പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെയാമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ യൂട്യൂബ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, മരിച്ചവരുടെ ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ട് ജീവനോടിരിക്കുന്നവരെ ഉപദ്രവിക്കുമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രബലമായി കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളാണ് ഈ മരിച്ചവരുടെ ആത്മാക്കൾ, പ്രത്യേകിച്ച് ദുർഭരണം പ്രാപിച്ചവരുടെ ആത്മാക്കൾ വന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിരൂപണങ്ങളും വിമർശനങ്ങളും പരാമർശങ്ങളും. അപ്പോൾ അതിനെ സംബന്ധിച്ച് യാക്കോബായ സഭയുടെ വിശ്വാസത്തെ ആസ്പദമാക്കി ഒരു വീഡിയോ ഇടണമെന്ന് താല്പര്യം തോന്നി, അതുകൊണ്ട് ഇടുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യരുടെ ആത്മാക്കൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണല്ലോ. ആ പരിശുദ്ധാത്മാവ് അനുവദിക്കാതെ ഒരാത്മാവിനും ദൈവത്തിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പുറത്തു വരാൻ സാധ്യമല്ല. പിന്നെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യരുടെ ആത്മാക്കൾ ഒന്നുപോലെ പാതാളത്തിലേക്ക് പോകും, അല്ലെങ്കിൽ പർദീസയിലേക്ക് പോകും. ദുഷ്ടന്മാരുടെ ആത്മാക്കൾ പാതാളത്തിലും നല്ലവരുടെ ആത്മാക്കൾ പർദീസായി പോകുന്നു എന്നാണ് സഭ വിശ്വസിക്കുന്നത്. സ്വർഗവും നരകമൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഒരാൾ മരിച്ചുപോയാൽ 40 ദിവസം വരെ ആത്മാക്കൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകുമെന്ന ഒരു വിശ്വാസമുണ്ട്. അലക്സദ്രായ മക്കാറിയോസ് തിരുമേനി അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് 40-ാം ദിവസമാണ് സ്വർഗാരോഹണം ചെയ്തത്. അതുവരെ ഇവിടെ പലർക്കും പ്രത്യക്ഷപ്പെട്ടു, കാണപ്പെട്ടും സംസാരിച്ചും അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 40 ദിവസത്തേക്ക് കർത്താവ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയിലായിരുന്നത് കൊണ്ട് മനുഷ്യരുടെ ആത്മാക്കളും ശരീരവും ഇപ്പോൾ ഉയർക്കില്ല. ആത്മാക്കളെ ശരീരത്തോട് ചേർത്ത് തേജസ്കരിക്കപ്പെട്ട് ഇപ്പോൾ ഉയർക്കില്ല. എങ്കിലും അവരുടെ ഒരു സാന്നിധ്യം 40 ദിവസത്തേക്ക് ഭൂമിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 3, 9, 30, 40 ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാന ചൊല്ലിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ഭാഗമുണ്ടാകും, ദൈവമേ വിദൂരസ്ഥമായി തീർന്നിരിക്കുന്ന ഈ ആത്മാവ്, വിദൂരസ്ഥമായി തീർന്നിരിക്കുന്ന ഈ ആത്മാവ്. മൃതദേഹ സംസ്കാരത്തിൽ ആദ്യം തുടങ്ങുന്ന പ്രാർത്ഥനയാണത്. അപ്പോൾ വിദൂരസ്ഥമായി തീർന്നിരിക്കുന്ന ആത്മാവെന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റർ പറയുന്നത്, ഇവിടെയുള്ള ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി അത് അമേരിക്കയിലേക്കോ എവിടെയാണോ അന്യ സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ പോയി. ആ അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വിദൂരസ്ഥമായി തീർന്നിരിക്കുന്ന ആത്മാവെന്നതിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, പിന്നെ നിങ്ങളെ 30-നും 40-നും അടിയന്തരവും വിശുദ്ധ കുർബാനയൊക്കെ ശരിക്കുന്നത് എന്തിനാ, എൻ്റെ അർത്ഥമുള്ളൂ അതിനൊക്കെ പറഞ്ഞൊരു അപഹസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ വിദൂരസ്ഥമായി എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ ആത്മാവിന് കാലവും ദേശവും സമയമൊന്നും ബാധകമല്ല. വിദൂരസ്ഥമായി തീർന്നിരിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞാൽ ഈ ആത്മാവിന് ഈ ശരീരവുമായിട്ട് ഉള്ള ബന്ധം അനുഭവപ്പെടാൻ സാധ്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഒളിച്ചിരിക്കുന്നില്ല, അങ്ങനെ സാധ്യമല്ല. പിന്നെ മരിച്ചവരുടെ ഭവനത്തിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ അതൊക്കെ മാലാഖ തീരുമാനിക്കും. പരിശുദ്ധാത്മാവ് ആത്മാവിനൊരു മാലാഖയുടെ കൂടെയാണ് പറഞ്ഞു വിടുന്നത്. 40 ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ മാലാഖയുടെ ഡ്യൂട്ടി കഴിഞ്ഞു.
അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന അലിയിക്കുന്ന അലിയത്തിന് നടത്തുന്നത്. ദൂരസ്ഥമായി എന്ന് പറഞ്ഞാൽ അകലെ പോയി എന്നല്ല. ഈ ആത്മാവിന് ഈ ശരീരവുമായിട്ടുള്ള ബന്ധം ഇനി അനുഭവപ്പെടാൻ സാധ്യമല്ല. അങ്ങനെ അർത്ഥത്തിലെടുക്കണം. നമ്മുടെ വിഷയം മരിച്ചവരുടെ ആത്മാക്കൾ തിരിച്ചു വന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ? ഒരിക്കലുമില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആത്മാവിനെ ദൈവം പറഞ്ഞുകൊടുക്കില്ല. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ കുർബാന നടക്കുമ്പോഴൊക്കെ വലിയ ചില പ്രാർത്ഥനാ സമയങ്ങളിലൊക്കെ ആ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് അവന് യോഗ്യതയുണ്ടെങ്കിൽ, അർഹതയുണ്ടെങ്കിൽ ഭൂമിയിൽ ആ ആരാധന അല്ലെങ്കിൽ വിശുദ്ധ കുർബാന നടക്കുന്ന സ്ഥലത്ത് വന്ന് അതിൽ സംബന്ധിക്കുവാൻ ദൈവം അനുവദിക്കും. നമുക്ക് കാണാൻ പറ്റില്ല. ആത്മാവ് മാത്രം വരുമ്പോൾ ആത്മാവും ശരീരമുള്ള നമുക്ക് അത് കാണാൻ പറ്റില്ല. ആത്മാവിനെ കാണാം. അവളെ കർത്താവിൻ്റെ ആത്മാവ് പാതാളത്തിൽ ചെന്ന സുവിശേഷം അറിയിച്ചതൊക്കെ അവരത് കേട്ടു, അങ്ങോട്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ പള്ളിയിൽ വന്ന കർമ്മങ്ങളിലൊക്കെ സംബന്ധിക്കാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് മത്തായി 17:1 വായിക്കുമ്പോൾ കർത്താവിൻ്റെ മറുരൂപ സമയത്ത് മോശെ ഏലിയാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് മരിച്ചുപോയവരല്ലേ, കർത്താവുമായിട്ട് സംസാരിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ആത്മാവിന് ഒരു പ്രത്യേക ശരീരം കൊടുത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പ്രത്യേക ശരീരം കൊടുത്ത് ദൈവവും ആത്മാക്കളെ മോശയുടെ ഏലിയയുടെ ആത്മാക്കളെ കർത്താവിൻ്റെ മറുപടി സമയത്ത് പറഞ്ഞു വിട്ടു. അവർ പറുദീസായിൽ നിന്നാണ് വന്നത്, വിശുദ്ധന്മാരായതുകൊണ്ട് എന്നാണ് സഭയുടെ വിശ്വാസം. പിന്നെ ആത്മാക്കൾ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ ഇല്ല. അപ്പോൾ പിന്നെ വേറൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഈ ആത്മാക്കൾ വന്ന് മുറിയിൽ പ്രത്യക്ഷപ്പെടുക, രാത്രി പലരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക, ദുർമരണം പ്രാപിച്ചവരുടെ ആത്മാക്കൾ ആ ദുർമരണം പ്രാപിച്ചവൻ്റെ രീതിയിൽ തന്നെ സംസാരിക്കുക, ആ സ്വരത്തിൽ സംസാരിക്കുക, ആ കാര്യങ്ങളൊക്കെ പറയുക, അവൻ ജീവിച്ചിരിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് പലരും പറയുന്നു. ഞാൻ മരിച്ചു, അങ്ങേ ലോകത്തേക്ക് പോയി, അവിടെ ഇന്ന സാധനങ്ങൾ കണ്ടു, കാര്യങ്ങൾ കണ്ടു, എൻ്റെ ആത്മാവ് വീണ്ടും തിരിച്ചു എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതൊക്കെ വെറും വിഡ്ഢിത്തരങ്ങളാണ്. അതൊന്നും വിശ്വസിക്കാവുന്നതല്ല, സ്വാഭാവികവുമല്ല. ഞങ്ങളുടെ സഭയെ സംബന്ധിച്ച കാര്യങ്ങൾ പറയാം. പിന്നെ വേറൊരു പ്രശ്നം അവിടെ ഉള്ളത്, മന്ത്രവാദം നടത്തിയാലൊന്നും കാര്യമൊന്നുമില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് അത് നടക്കില്ല. പിന്നെ ചില സമയങ്ങളിൽ ഈ ദുർമരണം പ്രാപിച്ചവൻ്റെ അല്ലെങ്കിൽ സ്വാഭാവിക മരണം പ്രാപിച്ചവൻ്റെ ആത്മാക്കൾ വന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും കാണപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് രാത്രിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളെ പേടിപ്പെടുത്തും, ഭയപ്പെടുത്തും. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേ ഈ മരിച്ചവൻ്റെ ഈ ദുർമരണം പ്രാപിച്ചവൻ്റെ പറ്റി നമ്മൾ ചിന്തിച്ചൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും അവ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഈ സ്വപ്നം കാണും. അത് മനഃശാസ്ത്രപരമായിട്ട് നടക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഈ സാത്താനൊരു കുതന്ത്രമുണ്ട്. അവൻ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ വേണ്ടിയിട്ട്, ഈ ആത്മാവ് എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ ചില സൂത്രങ്ങൾ പ്രയോഗിക്കും. ദുർമരണം പ്രാപിച്ചവരുടെ അല്ലെങ്കിൽ സ്വാഭാവിക മരണം പ്രാപിച്ചവരുടെ ആത്മാക്കൾ ആരാണോ അതിൽ വിശ്വസിക്കുന്നത്, ആരാണോ ബോധമനസ്സിൽ അതിനെപ്പറ്റി ചിന്തിച്ചു കൊടുക്കുന്നതും അത് ആ ബോധമനസ്സിൽ നിന്ന് ബോധമനസ്സിലേക്ക് വന്ന് സ്വപ്നമായിട്ട് മാറുന്നതൊക്കെ അങ്ങനെയുള്ളവരുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒന്ന് ഈ പിശാചാണ് വന്നത് കേട്ടോ.
മരിച്ച അവൻ്റെ ആത്മാവല്ല. അത് വന്ന് ഉദാഹരണം പറഞ്ഞാൽ മറിയാമ്മയുടെ ആത്മാവ് വന്ന് ഏലിയാമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് മറിയാമ്മ കാണിക്കുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളാണ് കാണിക്കുന്നത്. മറിയാമ്മയുടെ സംസാര രീതിയിൽ ഏലിയാമ്മയോട് സംസാരിക്കണം. എല്ലാ കാര്യങ്ങളും മറിയാമ്മ ചെയ്ത പോലെ തന്നെ ഏലിയാമ്മ ചെയ്തു വിചാരിച്ചോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കും ഇത് മറിയാമ്മയുടെ ആത്മാവ്, ദുരാത്മാവ് വന്ന് ഏലിയാമ്മയെ ശല്യപ്പെടുത്തുന്നതാണ്. ചിലപ്പോൾ ഉന്തിയിടും, ചിലപ്പോൾ കിടന്ന് പടയ്ക്കും, ചിലപ്പോൾ അകളം വയ്ക്കും, ഒച്ചയെടുക്കും. ഇതൊക്കെ ഏലിയാമ്മയുടെ ശബ്ദം തന്നെ, മറിയാമ്മയുടെ ശബ്ദം തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത് വിശ്വസിക്കും. എന്നാൽ സത്യത്തിൽ അവിടെ വന്നത് മറിയാമ്മയുടെ ആത്മാവല്ല. മറിയാമ്മയുടെ ആത്മാവിൻ്റെ രൂപത്തിൽ പിശാചാണ് അവിടെ വന്നത്. അവൻ ഈ സംഗതികളൊക്കെ നടത്താൻ കഴിയും, സംസാരിക്കാൻ പറ്റും, മറിയാമ്മയുടെ ഒരു വേടി മറിയാമ്മയുടെ രൂപം കൊടുക്കാൻ പറ്റും. സാത്താന് കഴിവുണ്ട്. അവനൊരിക്കൽ മാലാഖയായിരുന്നു, അവനെ ശപിച്ചു തള്ളിയതാണ്. ദൈവത്തിനോടൊപ്പം സീറ്റുണ്ടായിരുന്നവനാണ്. അവൻ ദൈവമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് ശപിച്ചു തള്ളി. അവനാണ് ഈ ഭൂമിയിൽ കിടന്ന് ഉഴലെത്തുന്നതൊക്കെ. ഭൂമിയിൽ കിടന്ന് അവൻ അലയുന്നതും ഒക്കെ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തെക്കാൾ ശക്തി എനിക്കാണ് എന്ന് കാണിക്കാനാണ്. രണ്ടൊരു മന്ത്രവാദിക്കും ഒരു വെളിച്ചപ്പാടത്തേക്കും ഈ മരിച്ചവൻ്റെ ആത്മാവിനെ വരുത്താൻ സാധിക്കില്ല. ആ മരിച്ചവൻ്റെ ആത്മാവ് പിശാചായിട്ട് വന്ന് മരിച്ചവൻ്റെ രൂപത്തിലൊക്കെ പ്രവർത്തിക്കുകയും കാണിക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് മതവും വിശ്വാസവും രണ്ടും രണ്ടാണ് എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ പറയാം, വേറെ അർത്ഥത്തിൽ പറയാം. പക്ഷേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മതം രൂപീകരണം പ്രാപിക്കുന്നത്. ആദ്യം മതമല്ല ഉണ്ടാകുന്നത്, വിശ്വാസമാണ്. ഓരോ വിശ്വാസവും ഓരോ വിശ്വാസം സ്വീകരിക്കുന്ന ഓരോരോ മതവിഭാഗക്കാർ പറയുന്നു എന്നല്ലാതെ മതവും വിശ്വാസവും രണ്ടാണെന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നുമില്ല. നമ്മുടെ പ്രധാന വിഷയം മരിച്ചവൻ്റെ ആത്മാവ് ഒരിക്കലും പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ കാണപ്പെട്ട് അന്ന് ജീവിച്ചിരിക്കുന്നവരുടെ മേൽ ഒരു അധികാരവും പുലർത്തുകയില്ല, ഒരു ഉപദ്രവവും ചെയ്യുകയുമില്ല. അത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഈ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.